എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ചേട്ടൻ ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ അമസ വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ അത് നടത്തി കിട്ടിയ പ്രസാദമാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇത് കളപ്പാട്ടോ, ഗുരുവായൂരപ്പനെ ചാർത്തിയ കളപ്പം. തുളസിമാല, ഗുരുവായൂരപ്പനെ ചാർത്തിയ തുളസിമാലയാണ്. കദളിപ്പഴം, പാൽപ്പായസം കേട്ടോ. പാൽപ്പായസം 2 ടിന്ന് പാൽപ്പായസം കിട്ടി. അപ്പോൾ ഇതൊരു ടിന്ന്, അടുത്ത ടിന്ന് പാൽപ്പായസം. രണ്ടും ഒരേപോലത്തെ പായസമാണ്. ഒരുപോലത്തെ പാൽപ്പായസം തന്നെയായിരുന്നു. പിന്നീട് അട ഉണ്ടായിരുന്നു, ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. ഉണ്ണിയപ്പം ഞാനിവിടെ നിങ്ങളെ കാണിക്കാനായിട്ട് ഇപ്പോൾ തന്നെ കാണിക്കുന്നുള്ളൂ. പക്ഷേ എങ്കിൽ അത് 5-6 ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. പിന്നെ വെണ്ണ ഉണ്ടായിരുന്നു. ഇത് തൃക്കൈ വെണ്ണ കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ പാക്കറ്റ് വെണ്ണ തന്നെയാണ്, ഗുരുവായൂരപ്പൻ്റെ വെണ്ണ. ഇത് കളപ്പം തന്നെയാണ്. ആദ്യം കാണിച്ച കളപ്പത്തിൻ്റെ ഒരു പാക്കറ്റ് വേറെ ഉണ്ടായിരുന്നു, കിടന്നാണ് അത്. പിന്നെ അവൻ്റെ വേദി ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പനെ ഉപയോഗിച്ചതാണ് ഇത്ര ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ പ്രസാദം നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊരു ചെറിയ വീഡിയോ ആയിട്ട് എടുത്തത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.